ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഞാൻ അശ്വതി. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബാക്ക് ടു സ്കൂൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ, പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ കാര്യമായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വലിയ കാര്യമായിട്ട് പർച്ചേസ് ഒന്നുമില്ല. ഒരു സാധാരണക്കാരുടെ എന്താ പറയുക സ്കൂൾ പർച്ചേസിങ് ആണ് കേട്ടോ കാണാൻ പോകുന്നത്. നിങ്ങൾ ഫോണിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് പൈസ മുടക്കി ഒരുപാട് പിള്ളേർക്ക് സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ കുറേ കളഞ്ഞ് കുറേ ഉപയോഗിച്ച് അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു അത്യാവശ്യ പർച്ചേസിങ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്തായാലും സ്കൂൾ ഓർക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ടാവും. അപ്പം നമ്മൾ നമ്മുടെ ടൗണായ ഇരിട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം പോകുന്നത് ലച്ചൂട്ടിക്ക് യൂണിഫോം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 വർഷം മുമ്പെയാണ് ലച്ചൂട്ടിക്ക് യൂണിഫോം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വർഷം ഇട്ടു കേട്ടോ. അപ്പം എന്നും അവർക്ക് കളർ ഡ്രസ്സ് ഇടാനേ പാടില്ല. അപ്പം അങ്ങനെ 2 വർഷം ഇട്ടപ്പോഴത്തേക്ക് അത് പോയി കേട്ടോ. അപ്പം പിന്നെ അവൾക്ക് 2 ജോഡി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. റെഡിമെയ്ഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ നോക്കുമ്പം തയ്ക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പം റെഡിമെയ്ഡ് കിട്ടിയില്ല, തീർന്നതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറെ കടയിൽ പോയി കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞ കടയിൽ വന്നു. അവിടെ വന്നപ്പോഴും യൂണിഫോമിൻ്റെ തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ തുണിയും വാങ്ങി. അതിന് ശേഷം പിന്നെ യൂണിഫോമൊക്കെ തയ്ച്ച് വരുന്നവരെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ വിലേൻ്റെ 2 ഷോർട്ട് കുർത്തി വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും ഷോർട്ട് കുർത്തിയൊക്കെ ഇടുമ്പോൾ ലച്ചൂട്ടിക്കൊരാഗ്രഹം. അപ്പോൾ അവർക്ക് 2 ഷോർട്ട് കുർത്തി നോക്കാമെന്ന് വിചാരിച്ചു, അതും നോക്കി. അതിന് ശേഷം സച്ചൂടിനൊരു 2 ടീഷർട്ടും നോക്കി കേട്ടോ. അത് 2 വാങ്ങിയതിന് ശേഷം നമ്മൾ ബാഗ് വാങ്ങാൻ വേണ്ടി ബാഗ് ബസാറിലേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ബാഗും കുടയും ഒക്കെ മാത്രം കിട്ടുന്ന കടയാണ് കേട്ടോ. ഇത് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന കടയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ബാഗ് കിട്ടും. പിന്നെ 1 വർഷത്തെ ഇതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യാം. സിബൊക്കെ പോയപ്പോൾ ശരിയാക്കാം കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് ബാഗ് വാങ്ങാറ്. പക്ഷേ ഇന്ന് വരെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നീട് വന്നിട്ടൊന്നും തയ്ക്കേണ്ടയോ ഒരു പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നല്ല ബാഗ് തന്നെയാണ്. ഇപ്പം നമുക്ക് ഒരു ബാഗ് വാങ്ങിയാൽ മതി. സച്ചൂടിനാണ്, അവൻ 1ാം ക്ലാസ്സിലേക്ക് പോകുന്നതുകൊണ്ട് അവനൊരു പുതിയ ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ചു. ലച്ചൂട്ടിക്ക് പിന്നെ ബാഗുണ്ട്, 2 വർഷമായി. എന്നാലും നല്ല ബാഗായിട്ട് അവൾ അത്യാവശ്യം സൂക്ഷിക്കും കേട്ടോ, ബാഗും സാധനങ്ങളൊക്കെ. അപ്പോൾ കൊണ്ട് 2 വർഷമായി. അപ്പോൾ 1 കൊല്ലം കൂടി പോകും അമ്മേ, എനിക്ക് വാങ്ങണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വാങ്ങുന്നില്ല, സച്ചൂട്ടിന് ബാഗ് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് അവന് ഇഷ്ടപ്പെട്ട ബാഗൊക്കെ നമ്മൾ എടുത്തു. അവൻ്റെ ഇഷ്ടത്തിനാണ് എടുത്തത് കേട്ടോ. നമ്മുടെ സ്പൈഡർമാൻ്റെ പടമൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബഡാ ബസാറിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് വിലയൊക്കെ കുറവുണ്ടാവും ബുക്സിനൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നാണേ. അപ്പോൾ നമ്മൾ അവിടുന്ന് ലച്ചൂട്ടിക്ക് വിഷയത്തിന് കണക്കാക്കി ഒരു 10 ബുക്കും വാങ്ങി. സാച്ചോട്ടിന് പിന്നെ ടീച്ചർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് വേണ്ട ബുക്കുകൾ എന്തോരം ലിസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൻ്റെ 4 വര കോപ്പിയും പിന്നെ 2 വര കോപ്പിയും സ്ക്വയർ ബുക്ക് അങ്ങനത്തെ ഒന്നും ഇവിടെ കിട്ടിയില്ല കേട്ടോ. അല്ലാത്ത ബുക്കുകളൊക്കെ കിട്ടി. അവിടെ നിന്ന് നമ്മൾ വാങ്ങി കേട്ടോ. അപ്പം നമ്മൾ ബുക്കൊക്കെ വാങ്ങി. പിന്നെ അവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേന, പെൻസിൽ, കട്ടർ, റബ്ബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിട്ടോ. നമ്മൾ പെൻസിൽ ഇങ്ങനെ 2 പാക്ക് വാങ്ങി. അപ്പം സച്ചോട്ടിന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നല്ലേ, ഓരോ ദിവസം ഓരോന്നാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും 1 പാക്ക് വാങ്ങി. പേന നമ്മളതുപോലെ 1 പാക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുപ്പിയൊക്കെ നോക്കിയാണ് വന്നത്. അപ്പോൾ ലച്ചു ഇങ്ങനെ ഓരോ കുപ്പിയൊക്കെ യൂട്യൂബിലും ഓൺലൈനിലൊക്കെ കണ്ട് വെച്ചിട്ട് ഇങ്ങ് വന്ന് അതൊക്കെ കുറേ നോക്കിയ സംഭവമൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ കിട്ടിയ കുപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പുള്ളിക്കാരി. ബോക്സ് നോക്കിയപ്പം അത്ര നല്ല ബോക്സൊന്നും അല്ലായിരുന്നു, തിരഞ്ഞിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസം രാത്രിയല്ലേ വന്നേ. ഒരുപാട് ജനമായിരുന്നു കേട്ടോ. ഉത്സവപ്പറമ്പിലുള്ള ആൾ പോലെ ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. പെൻസില്, ബുക്ക്, പേന, യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വീട്ടിലിരുന്ന കുറച്ച് ഡ്രസ്സ്, വീട്ടിലിരുന്നല്ല സ്കൂളിൽ നമുക്ക് തൽക്കാലം പോകാൻ വേണ്ടി ഒരു 2 ടീഷർട്ടും, അതും ചെറിയ വിലേൻ്റെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മളവിടെ കയറി വാങ്ങിയല്ലോ. പക്ഷേ ബില്ല് കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല, അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂ ആയിരുന്നേ. അപ്പോൾ ചേട്ടൻ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ കടയിൽ കയറി എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഞാനിങ്ങനെ ഇതെല്ലാം നോക്കി നടക്കുകയാണ് കേട്ടോ. ഒരുപാട് സാധനം വാങ്ങാൻ വിചാരിച്ചാൽ അവിടെയുണ്ട് കേട്ടോ. ഇതുപോലത്തെ കുപ്പിയാണ് കേട്ടോ ലച്ചൂട്ടിക്ക് എടുത്തത്. അപ്പോൾ അത് ഇച്ചിരി നല്ലതാണെന്ന് തോന്നുന്നു കണ്ടപ്പം. ഇനിയിപ്പോൾ അറിയത്തില്ല വല്ല ലീക്കേജോ ഒക്കെ ഉണ്ടാവുമെന്ന്. ഇപ്പം 2 ദിവസം ഉപയോഗിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് സച്ചൂടിന് ഒരു സ്റ്റീലിൻ്റെ കപ്പും വാങ്ങിട്ടോ. അവന് സ്കൂളിൽ ഫുഡുണ്ട്, അപ്പോൾ പ്ലേറ്റും കപ്പും കൊണ്ടുപോയാൽ മതി. അപ്പം വീട്ടിൽ നിന്ന് നമ്മൾ കൊടുത്തു വിടുമ്പം ഇവൻ കഴിക്കുമോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ പിള്ളേരുടെ കൂടെയൊക്കെ ആകുമ്പോൾ ചൂട് ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ. ഇനിയിപ്പോൾ 2 ദിവസം പോയി കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് മടിയാ വേണ്ട വീട്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തു വിടാം. എന്തായാലും ഞാൻ സ്കൂളിൽ നിന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കപ്പും പുതിയ പ്ലേറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പുതിയതാകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ.
അങ്ങനെ ഈ സംഭവം എന്നാന്ന് എനിക്ക് പിടികിട്ടില്ല കേട്ടോ. പിന്നെ ഞാനങ്ങനെ കുറേ അടുക്കള സാധനങ്ങളൊക്കെ സ്കൂൾ പർച്ചേസിങ്ങിന് വന്നെങ്കിൽ പോലും നമ്മൾ അടുക്കള സാധനങ്ങളിലാണ് കേട്ടോ കണ്ണ് ഫുള്ള്. ചേട്ടാ അവിടെ ക്യൂ നിൽക്കുക, പിന്നെ ബക്കറ്റും പിടിച്ച് നിൽക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് കൊണ്ടിടാൻ പറ്റില്ല. ബാസ്ക്കറ്റിൽ വാങ്ങിയ സാധനങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നേ. എന്നാലും വെറുതെ നോക്കാമെന്നുള്ള രീതിയിൽ നമ്മളെല്ലാം നോക്കുകയാണ്. അപ്പോൾ ചേട്ടാ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഞങ്ങൾ ഇനി പെറുക്കിക്കൊണ്ട് വരുമെന്നറിയാം. ഞാനെന്തായാലും നടന്നതിൽ പെറുക്കി എന്തായാലും 2 സ്റ്റീലിൻ്റെ മൂടിയെടുത്തു, പിന്നെ 2-3 സ്പൂൺ എടുത്തിട്ടോ. പിന്നെ ഇനിയും ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനതെല്ലാം വാങ്ങുന്നതുകൊണ്ട് ഞാൻ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്ത് എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരണ്ടേ. അപ്പം അങ്ങനെ കുറേ നേരം പെട്ടെന്ന് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞെങ്കിലും കുറേ നേരം ക്യൂ നിന്ന്, പിന്നെ കടക്കാർ വരുന്നവരെ കടയിലെല്ലാം സാധനം തീർന്നു, കട പൂട്ടാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഷട്ടർ ഒരു ഭാഗം താത്തു ചെയ്തിട്ടോ. അതുപോലെ ജനമായിരുന്നു. അപ്പം നമ്മളെപ്പോലെ എല്ലാവരും തോന്നും തലേദിവസം എല്ലാവരും വാങ്ങാൻ വന്നിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്നൊരു ചായയൊക്കെ കുടിക്കണം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെല്ലാം ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഭയങ്കര മഴയൊക്കെയുള്ള സമയമായിരുന്നു. മഴ കഴിഞ്ഞിട്ട് പോരാൻ വേണ്ടി നോക്കിയിരുന്നു. 5 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വേഗം വാങ്ങി വേഗം തിരിച്ച് വന്നു വിചാരിച്ച്. പക്ഷേ എല്ലാം വാങ്ങി ബില്ല് ചെയ്ത് ഇറങ്ങിയിട്ട് രാത്രിയായി. ചായ കൂടിയൊന്നും നടന്നില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ദേഷ്യമുണ്ട് കേട്ടോ. എനിക്കൊരു ബ്രൂ കോഫി കിട്ടിയാൽ കൊള്ളാമെന്നൊരു തൊണ്ടവേദന പോലെയൊക്കെ ഉണ്ടായിരുന്നേ. ചേട്ടായി പിള്ളേർക്ക് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ വാങ്ങി കൊടുത്തത്. അപ്പോൾ എനിക്കത് കഴിക്കാനും പറ്റില്ലല്ലോ, പിള്ളേർക്കും ചുമയുണ്ട്. അപ്പോൾ അത് വാങ്ങി കൊടുത്തതിന് ഞാൻ ഇച്ചിരി കലി പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്തുകൊണ്ടാണ് വന്നത് കേട്ടോ, മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.